നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങളും ആശംസകളും. സിനിമാ നടൻ രവി, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. മറ്റൊന്ന്, പട്ടൗടിയുടെ പേരിൽ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് അവാർഡ് ഇന്ത്യ ഗവൺമെൻറ് അത് എടുത്തു കളയാൻ പോകുന്നുണ്ട് വാർത്ത കേട്ട്. അതിൽ ഷർമിള ടാഗോറൊക്കെ വലിയ കിന്നരയാണ്. മറ്റൊന്ന്, മൊയ്തീൻ ഷായെ സംബന്ധിച്ച് അറിയാമല്ലോ നിങ്ങൾ. ഹിന്ദു മസൂർ കിസാൻ പഞ്ചായത്ത് ജോർജ് ഫെർണാണ്ടസ് അവരുകൾ ചെയർമാനായിട്ടുള്ള ദേശീയ സമ്മേളനത്തിൽ വെച്ച് ഗോവയിൽ വെച്ച് 2 വർഷം മുൻപ് സർവ്വസ്നേഹി പദവിയൊക്കെ നൽകി ആദരിച്ച ആ സർവ്വസ്നേഹി പ്രയോഗം ഞാനിപ്പോഴും കൊണ്ടെടുക്കുകയാണ്. എന്നെപ്പോലുള്ള ലക്ഷം ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ വലിയ സഹിക്കാൻ പറ്റില്ല. അത് മറ്റൊന്നുമില്ല, ഈ മത്സ്യത്തിന് ചൂണ്ട കോർത്തി ജീവനോടെ പറ്റിയത്. നാടൻ മത്സ്യമാണെങ്കിൽ ജീവൻ പെട്ടെന്ന് പോകില്ല. കടൽ മത്സ്യമാണെങ്കിൽ വെള്ളത്തിൽ കയറി അധികം സമയം കിടക്കില്ല. അത് ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്കൊന്ന് അനുഗ്രഹം. കാരണം ഈ കോഴി അറക്കും പോലെ അല്ലെങ്കിൽ കന്നുകാലി അറക്കും പോലെയൊക്കെ മത്സ്യത്തെ അറുത്ത് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൈവം സൃഷ്ടിയിൽ തന്നെ ആ വെള്ളത്തിൽ കയറി കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങളുള്ളിൽ മരിച്ചു. അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ കിട്ടുന്ന ചാളയും മറ്റ് അയിലേക്ക് നമുക്ക് അർത്ഥം അല്ലെങ്കിൽ തല്ലിക്കോ നടപ്പുള്ളവരാണോ? അത് പ്രകൃതി അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് അത് എല്ലാം സൗകര്യമുണ്ട്. ഏതെല്ലാമായിട്ട് നാടൻ മീന് പ്രത്യേകിച്ചും മത്സ്യം ചൂണ്ടയിട്ട് പഠിപ്പിച്ച് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. കാരണം ഇപ്പോൾ പാമ്പിൻ്റെ ഏരിയയാണ് തവളയെ പാമ്പ് തിന്നേണ്ടി വരും. അത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടിരിക്കാൻ പറ്റില്ല. അതിൽ അവർ തീരെ സർക്കാർ ഇടപെടണം. മറ്റൊന്ന്, ടാൻഡം പൈലി എന്ന സിനിമ ഇന്നസെൻ്റ് പാതിരിയാണ്. മമ്മൂട്ടിയെ കാണിക്കാതിരിക്കാൻ വേണ്ടി, ഇല്ലെന്ന് പറയാൻ വേണ്ടി പാതിരിയിൽ നിന്ന് ഇന്നസെൻ്റിൽ നിന്ന് പോലീസിനെ കൈക്കൂലി വാങ്ങിച്ച് പോയ ഓക്കെ. പോലീസുകാരൻ പോയി കഴിയുമ്പോൾ പാതിരി ഇന്നസെൻ്റ് പറയാണ്, ഇവരൊക്കെ എത്ര തലമുറ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഒരു തലമുറ അനുഭവിച്ചാൽ പോരാ, പല തലമുറ അനുഭവിക്കും. അതാണ് അവർ വിശ്വാസം, ഓരോരുത്തരും വിശ്വാസമാണല്ലോ. അതുപോലെ ഈ വഖഫ് പരിഷ്കരണ ബില്ലിന് ഇന്ത്യയിൽ കത്തോലിക്ക സഭയും ചില ക്രിസ്ത്യൻ സഹോദരന്മാരും പിന്തുണ കൊടുത്തപ്പോൾ അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടത് എത്ര തലമുറ ഭൂമി ഉണ്ടെങ്കിൽ, ഭൂമി ഇല്ലാതെ പോയിക്കും പോട്ടെ, തലമുറ ഈ ക്രിസ്ത്യൻ സമുദായം അനുഭവിക്കേണ്ടി വരും. അതെന്താ കാര്യമോ? അപ്പോൾ 2 കാര്യത്തിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒന്ന് നല്ല കാര്യമാണ്, ഒന്ന് ദുഃഖകര കാര്യമാണ്. ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് വർഗീയ ഹിന്ദു സംഘടനകളെല്ലാം 75-90 വർഷ പാട്ടക്കാലയളവിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് വാങ്ങിയ 20 കോടി, ഇന്നൊരു മൗലവി പറഞ്ഞ് 10 ലക്ഷം 4 ലക്ഷമായിട്ട് വഖഫിൻ്റെ 20 ലക്ഷമായിട്ട് പിന്നെ സഭയുടെ. ഞാൻ മൗലവിമാരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ല, നിങ്ങൾ പറയില്ലേ? ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് പറയണം. 20 കോടിയാണ് കത്തോലിക്ക സഭയുടെ പേരിൽ, കത്തോലിക്ക സഭയുടെ കൈവശമുള്ളത്. സർക്കാർ ഭൂമി പോലെ പുറമ്പോക്ക് പോലെ ബ്രിട്ടീഷുകാർ വെറുതെ കൊടുത്ത സ്ഥലം 20 കോടി. വഖഫിനുള്ളിൽ 3.4 ലക്ഷം ആണ്. അറിയില്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഈ പറഞ്ഞ മൗലിമാരോട് പറയും, നിങ്ങൾ സദസ്സിലൊന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ പറയരുത്. പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ മൗലിമാർ, മറ്റുള്ള മതത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയരുത്. നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. 20 കോടിയോളമാണ്. അല്പം സ്വല്പം കുറവ് വരും. ഏക്കറാണ്, ഏക്കർ ഭൂമിയാണ് സഭയുടെ കൈവശമുള്ളത്, യാതൊരു രേഖയില്ലാത്തത്. അതേ സമയത്ത് വഖഫിന് 3.something ലക്ഷമുള്ളൂ, കോടിയ ലക്ഷമുള്ളൂ. ഇന്ന് ക്രിസംഗിയുടെ ഒരു ചാനൽ പറയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ദൈവമേ എൻ്റെയൊക്കെ ബോധം ഒന്ന് മറച്ചു കളയാന്ന് പറയാം. ഇത് കണ്ടിട്ട് എങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും? അതായത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് രാജ്യരക്ഷാ വകുപ്പിന്, പിന്നെ 3 വഖഫിനാണെന്ന് പറഞ്ഞത്. അപ്പോൾ
സഭയുടെ കാര്യം അവർ മിണ്ടിയില്ല. ഇതല്ലേ വഞ്ചന എന്നുള്ളത്. എടോ, സഭയ്ക്ക് 20 കോടി ഏക്കർ ഭൂമിയുണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് നിങ്ങൾ എന്തേ മറന്നുപോയി? അത് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ 20 കോടി ഏക്കർ ഭൂമിയും ഹിന്ദു വർഗീയ സംഘടനകൾ ഫോഴ്സിൽ തീട്ടി പിടിച്ചെടുക്കാൻ പോവാണ്. അത് ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ച് ദുഃഖകരമാണ്. ഇനി എന്താണ് സന്തോഷം? അങ്ങനെ അവർ പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഇന്ത്യയിൽ 30 കോടിയോളം വരുന്ന അല്ലെങ്കിൽ 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ ഒരൊറ്റ ആൾ പോലും അത് അനുകൂല നിൽക്കൽ മാത്രമല്ല, അത് എഴുതി നിൽക്കും, ജീവൻ വരെയും കളയാൻ തയ്യാറാവും. അത് ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ച് വലിയ സന്തോഷം. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല, ക്രിസ്ത്യൻ സഭയോ ക്രിസ്ത്യാനിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വകുപ്പോ ഒരു ഇതാണ് വഖഫ് ബോർഡ് എന്നുണ്ട്. നിങ്ങളുടെ ഒരു ബന്ധമില്ല. ആ ഒരു ബന്ധമില്ലാതിട്ടാണ് നിങ്ങൾ BJPക്ക് വേണ്ടി കോടികൾ വാങ്ങി അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വഴങ്ങി അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വഴങ്ങി നിങ്ങൾ ആവശ്യമില്ലാതെ ചെയ്തു. അത് കോൺഗ്രസ് MP-മാരെ നിങ്ങൾ താക്കീത് ചെയ്ത്. അത് ഒരൊന്നുമില്ലാത്ത 10 ആളും ഇല്ലാത്ത നമ്മുടെ എന്താണ് മാത്യു സാമുലൊക്കെ കോൺഗ്രസ് MP-മാരെ ജനലക്ഷങ്ങളുടെ മുമ്പിൽ വോട്ടിട്ട് 10,000 ലക്ഷങ്ങളുടെ വോട്ട് ഭൂരിപക്ഷം കിട്ടി ജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP-മാരോട്, അത് ക്രിസ്ത്യൻ MP-മാരാണ്, ക്രിസ്ത്യാനിയുള്ളൂ, ക്രിസ്ത്യൻ MP-മാരോട് അവർ വെല്ലുവിളിക്കുകയാണ്, അത് താക്കീത് ചെയ്യാണ്. നിങ്ങൾക്കൊക്കെ എന്തോടോ അവകാശം കോൺഗ്രസ് MP-മാർ താക്കീത് ചെയ്യാൻ? അവർ ചില സംഖ്യകളും ചില സഭയുടെ ചില കുഞ്ഞാടുകളും. 20 കോടി ഏക്കർ ഭൂമിയാണ് യാതൊരു രേഖയില്ലാതെ ബ്രിട്ടീഷുകാർ പാട്ടത്തിൽ കൊടുത്തതാണ്. അത് 70 വർഷം 90 വർഷം 2 കാലയളവ്. അതിന് കാലാവധി 26 തീരും. അപ്പോൾ 26 തീരുമ്പോൾ ആ ഭൂമി പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു സംഘടനകൾ, വർഗീയ സംഘടനകൾ ഇറങ്ങിക്കഴിഞ്ഞു. അതായത് ഇന്നലെ സഭയുടെ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന സഭാ നേതൃത്വം മനസ്സിലാക്കും. നിങ്ങൾ കാണിച്ച അട്ടകളിൽ ഫെയിലിയർ മണ്ടത്തരല്ലേ? ഇന്നലെയാണ് ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയത്. ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാവിലെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഭൂമി പിടിച്ചെടുക്കണം ക്രിസ്ത്യാനികളുടെ നിന്ന്. കളി എവിടെ ചെന്ന് അങ്ങനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ 20% വരുന്ന അല്ലെങ്കിൽ 30 കോടിയോളം വരുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ബ്ലോക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടവും അതിനുവേണ്ടി സമരം ചെയ്താൽ ജീവൻ കളയാൻ പോലും ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾ തയ്യാറാണ്. മറിച്ച് നിങ്ങൾ എന്താ ചെയ്തത്? സഹിക്കില്ല കേട്ടോ. രാജമാണിക്യത്തിലെ മമ്മൂട്ടി വന്ന് വേറെ കഥയുണ്ട്. സ്വന്തം അനുജനെ രക്ഷിക്കാൻ വേണ്ടി തല്ലുകൂടി കണ്ണുപോയി. ആ കണ്ണ് മാറ്റി ഇയാൾ കോടീശ്വരൻ, ഇയാൾക്ക് സാധിക്കാതെ മാറ്റില്ല അനിയൻ്റെ ഓർമ്മ വേണ്ടി. ആ അനിയനാണ് ഇടത് കണ്ണ് മമ്മൂട്ടിയുടെ കണ്ണ് കാഴ്ചയില്ല എന്ന് വെച്ചിട്ട് ഇടത് വെച്ചിട്ട് വന്ന് കുത്തിയത്. കഥയാണെങ്കിലും നമ്മൾ കഥയായിട്ട് ആണെങ്കിലും സഹിക്കില്ല. അത് ഏതുമല്ലെന്നറിയോ? ക്രിസ്ത്യൻ സഭ കേൾക്കണം. നിങ്ങൾ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സഭയിലെ സഭാ നേതാക്കന്മാരും പിതാക്കന്മാരും കേൾക്കണം, അറിയണം, മനസ്സിലാക്കണം. എന്ത്? ഭർത്താവിൻ്റെ സ്വന്തം അമ്മായി കരള് ഭർത്താവോട് പറഞ്ഞേ അമ്മായിയമ്മയുടെ കലരി ചവക്കണം, അത്ര വൈരാഗ്യമാണ് അമ്മായിയമ്മയോട് എന്ന് പറഞ്ഞിട്ട് ആ സ്വന്തം മകൻ പെറ്റ് വളർത്തിയ സ്വന്തം മകൻ അമ്മയെ കൊണ്ടുപോയി ഒറ്റകൾ കൊണ്ടുപോയി കൊന്ന് കരലെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് രാത്രി നടന്നു വരുമ്പോൾ നിലാവുണ്ട്. ഒരു പാടത്തൂടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പാടത്ത് ചെറിയ ഒരു പാസേജ്, അത് തിട്ട് അത് വരുമ്പോൾ കുറ്റി കൊണ്ട് കാൽ തട്ടിയപ്പോഴേ ഈ കരള് മടിയിലിരുന്ന് പറഞ്ഞു. എന്താണ് പറയുന്നത്? അവരെയാണ് അയ്യോ എൻ്റെ പോൻ്റെ കാലിൽ നിന്ന്. അപ്പോൾ ആ മകൻ എന്താടോ ചെയ്തേ? സഭ കേൾക്കണം. മകൻ എന്താ ചെയ്തത്? സ്വന്തം അമ്മയുടെ കരൾ ചവച്ചെടുക്കാനൊക്കെ വാശി തോന്നിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ഇന്നലെ വന്ന ഒരു പെണ്ണിന് വേണ്ടി പെറ്റ് വളർത്തിയ അമ്മയ്ക്ക് പകരം ആരുമില്ല ലോകത്ത്. അമ്മയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനെ പോലെ. ആ അമ്മയുടെ കരലെടുത്ത് വരുന്ന വഴിയിൽ കാലിൽ തട്ടിയപ്പോഴേ ആ കരൽ പറഞ്ഞു എന്നാണ് ഭാവന. അത് അയ്യോ എൻ്റെ മോൻ്റെ കാലിൽ നിന്ന്. അതുപോലെ നിങ്ങൾ വഞ്ചന കാണിച്ച് ഈ സമയത്ത് വഖഫ് ബില്ല് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോടി. എങ്കിൽ പോലും ആ വഞ്ചന കാണിച്ചാൽ നിങ്ങൾക്കൊരു ആപത്ത് വരികയാണെങ്കിൽ, വരാതിരിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്, വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളിലൊപ്പം ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. ഈ ഒരു സത്യവാചകം, ഈ ഒരു വാക്തത്വം ആര് കൊടുക്കൂടോ? സഭയെ വഖഫ് വിഷയത്തിൽ നിങ്ങൾ കൂട്ടുന്നത് തെമ്മാടിത്തരം കാണിച്ച്, തെണ്ടിത്തരം കാണിച്ച്. അത് മുനമ്പം വിഷയമായിട്ട് എന്ത് ബന്ധം? വഖഫ് നിയമം ഭേദഗതി നിയമവും മുനമ്പം വിഷയമായിട്ട് എന്ത് ബന്ധം?
എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്ലിമായി 5 വർഷം കഴിഞ്ഞാലാണ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നിയമമുണ്ടോ? ഇന്ന് മുസ്ലിം വിശ്വാസം ആയിക്കഴിഞ്ഞാൽ അവൻ അന്ന് തന്നെ മുസ്ലിമാണ്. പിന്നെ 5 വർഷം കാലാവധിയില്ല. ഈ 5 വർഷം കാലാവധി ആയി എന്ന് മുസ്ലിമാണെന്ന് ആര് കടലാസ് കൊടുക്കും? ഈ സംഘപരിവാറിന്റെ ഭരണം കൊടുക്കട്ടെ, കളക്ടർ ഉൾപ്പെടെ കൊടുക്കും. അവർ നിങ്ങളുടെ ചർച്ച ആക്ട് വരുന്നുണ്ട്, ചർച്ച ആക്ടിൽ നിങ്ങൾ സമ്മതിക്കുമോ? സഭ സമ്മതിക്കുമോ? ക്രിസ്ത്യാനിക്കൊരു വസ്തു ക്രിസ്ത്യാനിയായ അത് ഒരു. മറ്റൊന്ന്, ഇപ്പം നോൺ മുസ്ലിം വേണം വഖഫ് കമ്മിറ്റിയിൽ നിന്ന് പുതിയ നിയമം. നിങ്ങൾ അങ്ങനെ ചർച്ച ആക്ട് വേണമെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ നിങ്ങൾ എന്തൊരു ആത്മവഞ്ചനയാണ് നിങ്ങൾ കാണിച്ചത്. സഭയോടെ ചോദിക്കുന്നത്, കേരളത്തിലെ കത്തോലിക്ക സഭയോട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുഞ്ഞാടുകളോടും. മുൻപ് വിഷയം ഇന്നത്തെ വഖഫ് ബില്ലായിട്ട് ഒരു ബന്ധമില്ല. ഇന്നലെ IBയുടെ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞു, ഇന്ന് മന്ത്രി പറഞ്ഞു മുൻ പ്രാബല്യമില്ല. മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മുൻകാല പ്രാബല്യം ഈ ബില്ലില്ല. എടുത്ത് എമ്മാടത്തിനും പറഞ്ഞ ഇപ്പോൾ ജോർജിൻ്റെ മകനുണ്ടല്ല, ഷോബി ജോർജ്, എന്തൊരു അസത്യം പറയുന്നത്. വേണ്ട ഈ ജയശങ്കർ വക്കീൽ, ഇന്നത്തെ RSS താത്വിക ആചാരം, ഞാൻ പറഞ്ഞില്ല, പരമേശ്വരജിക്ക് പഠിക്കുന്ന ആളാട്ട് ജയശങ്കർ. ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്ത് എല്ലാം ഉണ്ട്, ഒത്ത മനുഷ്യനാണ്. എന്തൊരു വഞ്ചകനാണെന്നറിയോ? അത് 2 ഭാഷയിൽ പറഞ്ഞു. എടോ ജയശങ്കർ വക്കീലേ, നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാനുള്ളത് വിചാരിക്കരുത്. ബുദ്ധിയുള്ളവർ നിങ്ങളെപ്പോലെ മറ്റ് പലരും ഉണ്ടെന്ന് മനസ്സിലാക്കണം. 2 പോയിന്റ്, ഇത് മനഃശാസ്ത്ര കൂട്ടായ്മ. 2 പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, മോഡി അറിഞ്ഞില്ല, മോഡി പറഞ്ഞിട്ട് പോലീസ് വകവച്ചില്ലെന്ന്. മോഡിക്ക് വേണ്ടി വാദിക്കുന്ന ജയശങ്കർ വക്കീലിലേക്ക് ആത്മാർത്ഥത എത്ര. നമുക്ക് ജയശങ്കർ വക്കീലിനെ ലണ്ടൻ അംബാസഡർ കൊടുക്കും. വേറൊരു BJP നേതാവിന് ലണ്ടൻ അംബാസഡർ സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാൽ ആക്കിയതുപോലെ കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണം? നിങ്ങൾ ലണ്ടൻ അംബാസഡറായിട്ട് കൊടുക്കേണ്ടത് ജയശങ്കർ വക്കീലാണ്. മുഖ്യമന്ത്രി മോഡിജി പറഞ്ഞിട്ട് അവിടുത്തെ പോലീസ് സ്വീകരിച്ചില്ല എന്നാണ് പുള്ളി ഇന്നലെ പറഞ്ഞ പോയിന്റ്. ഞാൻ ചുരുക്കി പറയാൻ ഒരുപാട് കാര്യം. പറ്റൊന്ന്, മുഖ്യമന്ത്രിക്ക് എതിരുള്ള രാഷ്ട്രീയ ശക്തികൾ അത് ലഹളക്ക് കൂട്ടുനിന്ന്. എടോ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റിട്ട് 6 മാസം പോലും ആയില്ല എന്ന് അങ്ങ് തന്നെ പറയുന്നു ജയശങ്കർ വക്കീലേ. 6 മാസം പോലും ആകത്തെ മുഖ്യമന്ത്രി എതിർക്കാൻ എന്താണ് അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരും പോലും 6 മാസം കഴിയണം. 6 മാസം പോലും ആയില്ലെന്ന് നിങ്ങൾ പറയുന്ന, എന്നിട്ട് പറയാണ് അത് എതിരാളി ചെയ്താണെന്ന്. എൻ്റെ ജയശങ്കർ വക്കീലേ, നിങ്ങൾ കണ്ണടിച്ചിരുട്ടാക്കിയിട്ട് നിങ്ങളാണ് ബുദ്ധിമാൻ, നിങ്ങൾ സംഘപരിവാറിനെ വാദിക്കുന്നത് മറ്റാരും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. നിങ്ങൾ സംഘപരിവാർ വാദിച്ചു, അത് തെറ്റില്ലെന്നേ. പിന്നെ നിഷ്പക്ഷമായിട്ട് വരരുത്. നിങ്ങൾ CPIയുടെ ആളെന്ന് പറയരുത്. അതാണ് CPIയുടെ തല്ലേണ്ടത്. CPI നേതാക്കൾ തല്ലേണ്ടതെന്ന് അറിയോ? ഈ ജയശങ്കർ വക്കീൽ സംഘമായിട്ട് എത്ര വർഷമായി, ഇപ്പോഴും CPIയുടെ നേതാവായിട്ടാണ് പറയുന്നത്, പുറത്താക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്താ ചെയ്യേണ്ടപ്പോൾ? ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. അങ്ങനെ വഖഫ് നിയമത്തിന് വേണ്ടി പാസ്സായി, ലോകസഭ കഴിഞ്ഞു, രാജ്യസഭ കഴിഞ്ഞു, ഇനി പ്രസിഡന്റ് കയ്യിൽ ചെന്നാൽ മതി. പ്രസിഡന്റ് ഓർഡർ ഇട്ടാൽ നിയമമാകും. അവിടെ ഒരു സംഭവം ഇന്നലെ നടന്നു. സംഘപരിവാറിന് ഇന്നലെ ചെയ്തൊരു കാര്യം, അമിത്ഷായും കൂടി ഇന്നലെ രാത്രി 1:45 ഇന്നലെ രാത്രി 1:45 ഇന്നാണ് 12 മണിയുമ്പോൾ ദിവസം പോലെ ഇന്ന് വെളുപ്പിന് ഇന്ത്യൻ പാൽ നടന്ന സംഭവം. ഒരു ബില്ല് ഒരു കൂടി പാസ്സാക്കി, ഒരു പ്രമേയം കൂടി, ബില്ലും കൂടി. എന്താണെന്നറിയോ? എൻ്റെ പൊന്ന് സഭാ നേതൃത്വം നിങ്ങൾ മനസ്സിലാക്കണം. മണിപ്പൂരിൽ വർഷങ്ങളായി 100 ആൾക്കാരെ ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുന്നു, പള്ളി നശിപ്പിക്കുന്നു, 100 പള്ളി നശിപ്പിക്കുന്നു, വീട് നശിപ്പിക്കുന്നു, പിന്നെ വീടില്ലാതെ ആകുന്നു, വികലാംഗരാകുന്നു. അങ്ങനെയായിട്ട് ഈ പറഞ്ഞ അമിത്ഷായും പിന്നെ ഈ മോഡിജിയും ഒരു സെക്കൻഡിലും അതിൻ്റെ മുകളിൽ കൂടി പോലും വിമാനത്തിൽ പോയിട്ടില്ല. ശരിയാണോ കത്തോലിക്ക നേതാക്കളെ? ഇതൊന്നും പറയണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയിപ്പിക്കുകയാണ് ചുക്ര ലാഭത്തിന് വേണ്ടി. നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ട് വിളിക്കുന്ന മോഡി അമിത്ഷായും നിങ്ങൾ മണിപ്പൂരിൻ്റെ മുകളിൽ കൂടി വിമാനത്തിൽ പോലും പോയിട്ടില്ല. ഇപ്പോൾ വീണ്ടും പിന്നെ എന്താണ് 336 വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി ഭരണത്തിൽ ഏർപ്പാക്കി. ഒരു ചർച്ചയും ചെയ്യാതെ, അത് ചർച്ച ചെയ്യാൻ പറ്റിയിട്ട് ചർച്ച ചെയ്യാതെ ബില്ല് പാസ്സാക്കി. അപ്പം ചൂട്ടെടുക്കും പോലെ. ഇതിനൊക്കെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയും കത്തോലിക്ക സഭ നയിക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളും കൊടുക്കേണ്ട വില എത്ര എന്നുള്ളത് നമ്മളാരും ഒരുമിച്ച് മരിച്ചില്ലെങ്കിൽ മനസ്സിലാവും.
അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നില്ല. ഞങ്ങളുടെ ഇതര സമുദായം എന്ന നിലയിൽ ഞങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, എല്ലാവരും സഹോദരി സഹോദരന്മാർ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഞങ്ങൾക്ക് വരികയുമില്ല. നിങ്ങൾക്ക് വന്നു. നിങ്ങൾ വഞ്ചന കാണിച്ചു. മുൻപം സംഭവത്തിൽ പാസ്സാക്കി നിങ്ങൾ അവിടെ എന്തായാലും പടക്കം പൊട്ടിച്ചില്ലേ? പടക്കം പൊട്ടിച്ചല്ലോ. ഇതേ പടക്കം പൊട്ടിച്ച് പിന്നെ മധ്യപ്രദേശിൽ ജബൽപൂരിൽ മറ്റോ അവിടെയാണ് സംഘപരിവാർമാർ വന്നിട്ട് പോലീസ് സഹായത്തോടെ തല്ലിയതും കത്തിച്ചുമൊക്കെ. ആ നിമിഷം തന്നെ പറഞ്ഞത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഭീഷണിപ്പെട്ടുപോയി, അല്ലെങ്കിൽ പ്രലോഭനം ഓർ പ്രകോപനം. പ്രലോഭിച്ച ആനുകൂല്യങ്ങൾ, പ്രകോപനം വെച്ചാൽ ഭീഷണി. ഒന്നുകിൽ പ്രകോപനം അല്ലെങ്കിൽ പ്രലോഭനത്തിൽ എങ്ങനെ പെട്ടുപോയി. നിങ്ങളെല്ലാവരും ഡൽഹി കൊണ്ട് വിളിച്ചെത്തിയിട്ട് സംഘപരിവാറിൻ്റെ മോഡിജി അമിത്ഷായും ഈ ശ്രീധരൻ, നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീധരൻ പിള്ള സാറക്കിൻ്റെ സ്ഥാനത്തിൽ നിങ്ങളെ ഇരുത്തി മൂരി അടിച്ചിട്ട് പറഞ്ഞു സംസാരിച്ചു. ഞാനവിടെ ഇല്ല, ഞങ്ങൾ മനഃശാസ്ത്രജ്ഞനാണ്. അത് പറഞ്ഞത്. ഈ ഫയൽ കംപ്ലീറ്റ് കാണിച്ചു. ഈ ഫയൽ എങ്ങനെ കാണിച്ചറിയുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ഇതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞാടുണ്ടായി, മാണി സാറ്, കെ എം മാണി സാറ് UDF പിൻവലിച്ചുകൊണ്ട് LDF സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു. ഉടനെ കരുണാകരൻ ഇന്ദിരയെ വിളിച്ചു. മാഡം ചെറിയ അപകടം സംഭവിക്കുന്നു, ശരി വരട്ടെ ഡൽഹിക്ക്. മാണി വിളിച്ചു. ഡൽഹിയിൽ ഇന്ദിരയുടെ പ്രധാനമന്ത്രി ഓഫീസിൽ കുറ്റിയിട്ട്, ഇന്നത്തെ പോലെ അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല. അവിടെ ഒരു മറ്റേ ഈ ഇതില്ല ഫീഡർ, ഇങ്ങനെ ചിത്രം മാറി മാറി കാണിക്കുക. അത് മാറി മാറി കാണിച്ചാലേ ആ തൊടുവിൽ ഒരു അന്തർജന കൊലക്കേസിൽ മാണി ഭാഗവാക്കാന്ന് പറഞ്ഞു. എത്ര പൗണ്ട്? 70 മറ്റൊരു സംഭവമാണ്. ഇന്ദിരാഗാന്ധി 84 മുമ്പാണല്ലോ, അപ്പോൾ 80-നാണല്ലോ. അപ്പോൾ 10-15 വർഷം കഴിഞ്ഞിട്ട് എന്താ വേണ്ട മിസ്റ്റർ മാണി? നിങ്ങൾ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ പോലീസ് പിടിച്ച് അകത്തോണ്ട് ഇടും. വേണ്ട മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ പിന്തുണ പിൻവലിക്കാതെ സപ്പോർട്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ പാലാ ബിഷപ്പെ? നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ ഇതൊക്കെ. അതുപോലെ നിങ്ങൾ വിളിച്ചു കാണിച്ചത് ഇങ്ങനെയാണ്. 20 കോടി ഏക്കർ ഭൂമി യാതൊരു കണക്കും ഇല്ലാതെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് 90 വർഷത്തേക്കും 75 വർഷത്തേക്കും പട്ടത്തിന് തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുമോ നിയമം പോയി. മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ പറ്റിയതുപോലെ അവർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, അകത്തേക്ക് പോകണം, ഇതെല്ലാം പിടിച്ചെടുക്കണോ? വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആർക്ക്? BJP സപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല മുസ്ലിങ്ങളെ കേരളത്തിലാണല്ലോ ക്രിസ്ത്യൻ സമുദായത്തിൽ ശക്തിയുള്ളൂ, ബാക്കിയൊന്നുമില്ലല്ലോ. ശക്തമായിട്ട് പരസ്യമായിട്ട് എതിർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ എൻ്റെ ജോർജിൻ്റെ മകനും ഇപ്പം പാലാ ബിഷപ്പും ഈ മറ്റേ കാസയും ഗീസയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ചെയ്തോ നിങ്ങൾ? അതിൻ്റെ സുഖമായിട്ട് ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, വാണിങ്ങല്ല, താക്കീതില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആപത്ത് അതിൻ്റെ പേരിൽ വന്നാൽ ഞങ്ങളുടെ ജീവനും കൊടുത്തും നിങ്ങൾക്ക് വേണ്ടി ബാധിക്കും. ഏത് ഇന്ത്യയിലെ 20-30 കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി 20% മുസ്ലിങ്ങൾക്ക് വേണ്ടി, കേരളത്തിൽ 40% മുസ്ലിങ്ങൾക്ക് വേണ്ടി, 40% 1-1.5 കോടി മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയാണ്, റെപ്രസെൻ്റ് ചെയ്ത് പറയാണ്. ഞാൻ ഒറ്റക്കല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ബാധിക്കും മാത്രമല്ല ജീവൻ വരെ തയ്യാറാണ്. അതാണ് നിങ്ങളും നമ്മൾ വ്യത്യാസം. അപ്പം മനസ്സിലായോ? നിങ്ങൾ വിവരമില്ലാത്തവരാണ്, മുസ്ലിങ്ങൾ കാക്കന്മാരാണ്, പാട്ടക്കച്ചവടവും ചാക്കച്ചവടം നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കാറില്ലേ? ആ കളിയാക്കുന്ന സമുദായത്തിൽ നിന്ന് ഒരുത്തരാണ് ഈ മൊയ്തീൻ ഷാ. ആ മൊയ്തീൻ ഷാ പറഞ്ഞത് ഞങ്ങളുടെ കൾച്ചർ അതാണ്, ഞങ്ങളുടെ സംസ്കാരം അതാണ്, ഞങ്ങളുടെ രീതി അതാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായത്തെ എല്ലാ നിലക്കും സഹായിക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ വിശദീകരണം എടുത്തറിയോ? നിങ്ങളുടെ ആശയത്തെ ഞങ്ങൾ അങ്ങേറ്റം എതിർക്കും, പക്ഷേ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കും തടസ്സം നേരിട്ടാൽ ഞങ്ങളുടെ ജീവൻ കൊടുത്തു പോലും അതിനെ എതിർക്കും എന്ന് പറഞ്ഞ പോലീസിലെ മറ്റൊരു മറ്റൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ കണ്ടുപിടിച്ചോ? മനസ്സിലായില്ലേ? ഇത് അവർ കണക്ക് നോക്കുമ്പോൾ എന്ത് സംഭവം അറിയുമോ? ഞാൻ ഇന്നലെ പറഞ്ഞു, 800 കോടി ഏക്കർ ഭൂമിയാണ് ഇന്ത്യയിലുള്ളത്. കരഭൂമി, കടലിലെ കരഭൂമി. ആ 800 ഏക്കർ ഭൂമിയിൽ നിങ്ങൾക്ക് 20 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ 800 ഡിവൈഡ് ബൈ 20 ഈക്വൽസ് 40-1. 1/40 എന്നോ ഇന്ത്യയിലുള്ള ആകെ ഭൂസ്വത്തിൻ്റെ 40-1 ഈ 1 കോടിയിൽ താഴെ വരുന്ന കത്തോലിക്കൻ്റെ കയ്യിലാണ്.
ബാക്കി ക്രിസ്ത്യാനികളിലൊന്നും നമ്മൾ പറയുന്നില്ല, അത് പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മാത്രം ജനസംഖ്യയിൽ എത്രയാണ്? 1 കോടി താഴെ. ഭൂമി വെച്ചത് 40-1. ഇത് സംഘപരിവാർ കാത്തിരിക്കുമോ? ഇനി ഇതിൽ അപകടം വരാൻ പോകുന്ന മുസ്ലിം സമുദായത്തോട് പറയണം. അത് ചില മഹാന്മാർ പറഞ്ഞു കഴിഞ്ഞു. പണ്ടൊക്കെ ബാബരി മസ്ജിദ് ഇഷ്യൂക്കെ എത്ര വർഷങ്ങളെടുത്താണ്. ഇപ്പോഴും മറ്റേ ചമ്പൽ തന്നെ അതുണ്ട്, അതും എത്ര എതിർത്താ. ഇനി അതൊന്നും വേണ്ട. ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഒരു സംശയമുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് കോടതിയിൽ മുഖേന സർക്കാർ കണ്ടുകിട്ടാം, സർക്കാർ എടുക്കാം. അങ്ങനെ ഇന്ത്യയിലെ ഏതാണ്ട് നല്ലൊരു ശതമാനം മുസ്ലിം സ്ഥാപനങ്ങളും ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപകടം പറ്റി ഞാൻ പറഞ്ഞതല്ല, അധികേറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കുള്ളത് ആകെ എപ്പോഴത്രേ ഉള്ളൂ? 3 ലക്ഷത്തിൽ പേരേ ഉള്ളൂ. നിങ്ങൾക്ക് 20 കോടിയാണ്. അത് ഞാൻ പറഞ്ഞില്ല, 1:7. 700-1 3 ലക്ഷവും 20 കോടി തമ്മിൽ 1:700 അത്രയും ഇരട്ടി വ്യത്യാസമുണ്ട്. ഇത് സംഘപരിവാറിൻ്റെ ആൾക്കാർ കണ്ടിരിക്കുമോ? നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ ഈ പാവ സമുദായത്തെ കുറ്റപ്പെടുത്തി നിങ്ങൾ സംഘപരിവാറിൻ്റെ കൂട്ടുന്നില്ലേ? അങ്ങനെ അത് മനസ്സിലാക്കാം. ഇനി ഇതൊക്കെ ചെയ്താലും നമ്മുടെ ഈ ജോർജിൻ്റെ മകൻ ഷോബി ജോർജിനോട് പറഞ്ഞിട്ട് അല്ല മണ്ടൻ പോലെ ഷോബി അഡ്വക്കേറ്റൊക്കെയാണല്ലോ. ജോർജ് അഡ്വക്കേറ്റിൻ്റെ ഓർമ്മ. ഷോബിയോടും ഈ ജയശങ്കർ വക്കീലോ പറയുന്നത്. ജയശങ്കർ വക്കീൽ ബുദ്ധിമാൻ സംഭവിച്ചു. ജോബി അത്ര ബുദ്ധിമാൻ മണ്ടത്തിലുണ്ട്, അത് വേറെ കാര്യമാണ്. ജയശങ്കർ വക്കീലോട് ജോബിയോട് പറഞ്ഞറിയോ, നിങ്ങൾ എന്ത് കണ്ടാണ് ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? കേരള രാഷ്ട്രീയം എടുക്കാം. കേരള രാഷ്ട്രീയത്തിൽ ജോബി പറയുന്ന പോലെ, ക്രിസ്സംഗി പറയുന്ന പോലെ, സംഘി പറയുന്ന പോലെ, മുസംഗി പറയുന്ന പോലെ, പിന്നെ ജയശങ്കർ വക്കീൽ പോലെ ക്രിസ്ത്യൻ മുഴുവനും സംഘപരിവാറിൽ അല്ലെങ്കിൽ BJPക്കായി. സമ്മതിക്കാം. ഭംഗ്യന്തരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനപ്പെടുത്താൻ സമ്മതിച്ചാൽ തന്നെയും കേരള രാഷ്ട്രീയത്തിൽ എത്രയുണ്ടോ ക്രിസ്ത്യൻ സമുദായം? ആകെ 16% ഉള്ളത് ജോർജ് തന്നെ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് ജോർജിൻ്റെ ഭാഷയാണ്. അതിൽ 6% കൺവേർട്ട് ക്രിസ്ത്യാണ്. ബാക്കി 10% ഉള്ളൂ. അതിൽ 100 പേരുണ്ടെങ്കിൽ ഒരാളുള്ളൂ ക്രിസ്ത്യൻ സമുദായം. അത് മുഴുവൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നയിക്കാം. അത് മുഴുവൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഭരിക്കാൻ പറ്റുമോ? വേണ്ട, പ്രതിപക്ഷത്താക്കാൻ പറ്റുമോ? എങ്ങനെയാകുന്നത്? അത് മുഴുവൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പഴയ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട BJPക്കാർ ഒരു 10-30% പുറത്തേക്ക് പോകും. അവർ കോൺഗ്രസിലൊക്കെ BJP പോകും. ഈ പാർട്ടി മാറുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, BJPന്ന് മാറാം. പോയിട്ടുണ്ട് 30%. ഇവിടെ ഒരു 10 ആൾ എടുക്കുമ്പോൾ 10-30% പേര് പുറത്തേക്ക് പോകും. ഇപ്പം തന്നെ അതിനുള്ളിൽ ഭയങ്കര കടിപിടിയാണ് നമ്മുടെ അദ്ദേഹത്തെ ആക്കിയതിനു ശേഷം. നിങ്ങൾ ഈ എൻ്റെ സംഭാഷണം കേൾക്കുന്ന സാധാരണക്കാരെ സുഹൃത്തുക്കളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഇന്ന് കേരളത്തിൽ അവസരത്തത് നമ്മുടെ മാത്യു കുഴിനാടൻ കോടാനുകോടീശ്വരൻ, ഇപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുത്ത മൾട്ടിമില്യനേഴ്സ്, PK കുഞ്ഞാലിക്കുട്ടി കോടീശ്വരൻ, സുധാകരൻ. ആരുടോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതി കേരള രാഷ്ട്രീയത്തിൽ ഒരു സാധാരണക്കാരുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാരുണ്ടായത് ഒരു രാധാകൃഷ്ണൻ, ഇപ്പോൾ MP അദ്ദേഹം ഒരു സാധാരണ. ഒരു ശർമ്മ ദിവസമായിപ്പെട്ട സാധാരണക്കാർ, തെറ്റെന്നും പറയാൻ പാടില്ല, സാധാരണക്കാരായിരുന്നു. അങ്ങനെ അപൂർവം പേര് വെച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും കോടീശ്വരന്മാരില്ലാത്തവരല്ലേ? എല്ലാം കോടീശ്വരന്മാരാണ്. സാധാരണക്കാർക്ക് മാത്രമല്ല, കോടീശ്വരന്മാരാണ്. ആ കോടീശ്വരന്മാർ നയിക്കുമ്പോൾ എൻ്റെ പൊന്ന മക്കളെ, സാധാരണക്കാരായ വോട്ടർമാരെ, നിങ്ങൾക്കോ എനിക്കൊക്കെ എന്ത് സ്ഥാനം? അങ്ങനെ പണം ഇല്ലാത്തൊരു പേര് സ്ഥാനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നു, അതിനുവേണ്ടി നമ്മുടെ ആശയം വയ്ക്കുന്നു. എനിക്ക് ഈ പറയാനൊക്കെ ഞാനിപ്പോൾ ഏതെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൽ പോയി എനിക്ക് മിണ്ടാൻ പറ്റുമോ? ഒരിക്കൽ ഞാൻ ഇന്ദിരാ കോൺഗ്രസ് ചേർന്നു. അത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിൽക്കുമ്പോഴേ ഒരു പിന്നോക്ക യോഗത്തിന് പോയി. അപ്പോൾ ഉടനെ ചോദ്യം ചെയ്തു, നിങ്ങളെന്താ പിന്നോക്ക സമ്മേളനത്തിൽ പോയത്? അതാണ് അവസ്ഥ. പലരും ചോദിക്കണം, നിങ്ങൾ എന്താണ് കോൺഗ്രസ് പോകാത്തത്, എന്താ കമ്മ്യൂണിസ്റ്റ് പോകാത്തതെന്ന്. എനിക്ക് അങ്ങനെ പോയി കമ്മ്യൂണിസ്റ്റ് പോയി എനിക്ക് പിന്നോക്കനെ കുറിച്ച് മിണ്ടാൻ പറ്റുമോ? കോൺഗ്രസ് പോയത് അതാണ് അവസ്ഥ. എനിക്ക് മർദ്ദിത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ ലക്ഷ്യമാണ്. അത് അംബേദ്കറിസമാണ്, കാൻഷാമിസമാണ്, ഷായിസമാണ്. എനിക്ക് അവർക്ക് വേണ്ടി വാദിക്കണം. വോയിസ് ഫോർ വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല.
അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും ഇതുപോലൊരു ലേബൽ വേണം. അതിനാണ് ഇപ്പോൾ ലാസ്റ്റ് കോൺഗ്രസ് നിന്ന് തുടങ്ങി കോൺഗ്രസ് അവസാനിക്കുന്ന പോലെ ലാസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്തത് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. എനിക്കും എൻ്റെ ഗ്രൂപ്പിനും സ്വതന്ത്രമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അഭിപ്രായം തുറന്നു പറയാം. ഇല്ലെങ്കിൽ അഭിപ്രായം തുറന്നു പറയാൻ പറ്റില്ല. അതാണ് ഞാനും അവരും വ്യത്യാസം. ഇപ്പം ഇത്രയും കാലം ഇപ്പോൾ ചിലർ ചോദിക്കണം, നിങ്ങളിത് മണ്ടനാണോ, നിങ്ങൾ മണ്ടനെന്ന് അറിയെങ്കിലും ഇത്രയും മണ്ടനാണോ? കാരണം ജനതാദൾ പ്രസ്ഥാനം ഉണ്ടാക്കി ഇത്രയും പണമൊക്കെ മുടക്കി പേരും ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് മാറി, അത് മണ്ടത്തരല്ലേ? അത് നിങ്ങളുടെ ദൃഷ്ടിയിൽ, എൻ്റെ ദൃഷ്ടിയിൽ മണ്ടത്തരല്ല. അല്ലാതെ ഞാൻ ഓടിയെത്തി ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കുമോ? അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അംഗീകരിക്കുമോ? ഇത് എല്ലാം കറങ്ങി തിരിഞ്ഞ് എല്ലാ പാർട്ടിയിലും പൊളിച്ചു, എല്ലാ മേഖലയിൽ പൊളിച്ചു. കാരണം 60-67 വർഷത്തെ അധ്വാനത്തിൻ്റെ അവസാനമാണ് കോൺഗ്രസ് ഇന്ന് തുടങ്ങി കോൺഗ്രസ് അവസാനിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അംഗീകരിക്കുമോ? അപ്പോൾ ഞാൻ മണ്ടനാണോ? അപ്പം ഞാൻ മണ്ടനായിട്ട് സ്വയം അഭിനയിക്കുക എന്നറിയോ? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവില്ല. ഞാൻ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ചോദ്യങ്ങൾ വരും. അത് ഞാൻ മണ്ടനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എന്താ ആദ്യം തീർന്ന കുഴപ്പമില്ലോ. അപ്പം അതുകൊണ്ട് സഹോദരങ്ങൾ, സമയം നീണ്ടു പോവാണ്. കത്തോലിക്ക സഭയും വഖഫ് ബില്ലിനെ കുറിച്ചും ഈ മുസ്ലിം സമുദായത്തിൽ കാണിക്കുന്ന ആ രീതിയൊക്കെ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്ക് തുല്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ബുദ്ധിരാക്ഷസന്മാരോടോ ഏത് രാഷ്ട്ര മീമാംസരോടോ ഏതിൽ സൈക്കോളജിസ്റ്റിനോടോ ഏത് ഫിലോസഫിസ്റ്റിനോടോ നിങ്ങൾ ചോദിക്കുക, സ്വതന്ത്രം ചിന്തിക്കുക. എന്താണ് മൊയ്തീൻ ഷാ ഈ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇത് വല്ല കാര്യമെന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. കവിക്കുട്ടി.